നമസ്കാരം. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി സകല വാർത്ത ആരംഭിക്കുകയാണ്. സ്വാഗതം. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് കേരളത്തിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ലോക്ഡൌൺ നിയന്ത്രണം ഉള്ളതിനാൽ പെരുന്നാൾ നമസ്കാരം വീടുകളിൽ നടത്തണമെന്ന ആഹ്വാനവുമായി ഇസ്ലാം മത നേതാക്കൾ. ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഇളവ്. വാഹനങ്ങൾക്കും അവശ്യ സാധനങ്ങളുടെ കടകൾക്കും പുറമെ ചെരുപ്പ് കടകൾക്കും ഇളവുകൾ ലഭിക്കും. പാലക്കാട് ജില്ലയിൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 75ാം പിറന്നാൾ. 7.5 പതിറ്റാണ്ടിന്റെ ജീവിതാനുഭവം നൽകിയ സമ്പന്നതയിൽ സമരസഖാവ്. പിറന്നാളിനേക്കാൾ പ്രസക്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെന്ന് മുഖ്യമന്ത്രി. ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ 2 പേർക്ക് രോഗലക്ഷണം. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,31,000 കടന്നു. മരണം 3,868. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും സ്ഥിതി അതീവ ഗുരുതരം. മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 1,00,000-ലേക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 54 ലക്ഷത്തിലേക്ക്. മരണം 3.5 ലക്ഷത്തോടടുക്കുന്നു. 22 ലക്ഷത്തിലധികം ആളുകൾക്ക് രോഗം ഭേദമായി. അമേരിക്കയിൽ മരണസംഖ്യ 1 ലക്ഷത്തിലേക്ക്. ബ്രസീലിലും രോഗബാധിതരുടെ എണ്ണം ഉയരുന്നു. കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം രൂക്ഷമായ ആലപ്പുഴയിൽ പ്രവർത്തകരെ ഒപ്പം നിർത്താൻ വ്യത്യസ്തമായ രാഷ്ട്രീയ നാടകങ്ങൾ. പ്രധാനമായും കുട്ടനാടിനെ പ്രളയത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് കോൺഗ്രസ് സമരങ്ങൾ നടക്കുന്നത്. പ്രളയ മുന്നൊരുക്കങ്ങൾ തടസ്സപ്പെടുത്തിയാണ് ഗ്രൂപ്പ് നേതാക്കളുടെ സമരം. മദ്യവിതരണത്തിന് മാർഗരേഖ പുറത്തിറക്കി. ഈ ടോക്കണില്ലാതെ മദ്യം നൽകില്ല. 4 ദിവസത്തിലൊരിക്കൽ മാത്രമാണ് ഒരാൾക്ക് മദ്യം ലഭിക്കൂ. ബെവ്ക്യൂ ആപ്പ് ഉടൻ അപ്പ് ചെയ്യുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. മഴ ശക്തിയാകുമ്പോഴും എറണാകുളത്തെ വരാപ്പുഴ മാർക്കറ്റിൽ മാലിന്യം കുന്നുകൂടുകയാണ്. കൊറോണയ്ക്ക് പുറമെ പകർച്ചവ്യാധികളും ഉണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ ജില്ലാ ഭരണകൂടം മാലിന്യം നീക്കം ചെയ്യാൻ വരാപ്പുഴ പഞ്ചായത്തിന് നൽകിയ ഉത്തരവും UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പാലിച്ചില്ല. ദിവസേന ആയിരങ്ങൾ വന്നുപോകുന്ന വരാപ്പുഴ മാർക്കറ്റ് പകർച്ചവ്യാധികളുടെ ഉറവിടമായി മാറുകയാണ്. എറണാകുളം പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ഫാക്ടറി വൃത്തിയാക്കാനെത്തിയ അതിഥി തൊഴിലാളികളാണ് മൃതദേഹം ബോയിലറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെട്ട SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുമ്പോൾ പാലിക്കപ്പെടേണ്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം എക്സ്പോർട്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് പരീക്ഷാ നടത്തിപ്പിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. കർശനമായി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ വർധനവ് കണക്കിലെടുത്ത് പാലക്കാട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതൽ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വരും. ഈ മാസം 31 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ആരോഗ്യ പ്രവർത്തകരടക്കം 19 പേർക്കാണ് ഇന്നലെ ജില്ലയിൽ പുതുതായി കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ബിവറേജസ് കോർപ്പറേഷനു വേണ്ടി തയ്യാറാക്കിയ ബെവ്ക്യൂ ആപ്പ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് ഫെയർകോഡ് ടെക്നോളജീസ്. ആരോപണം ഉന്നയിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും വിവരങ്ങൾ പരിശോധിക്കാമെന്നും ചീഫ് ടെക്നോളജി ഓഫീസർ രജിത് രാമചന്ദ്രൻ. ആറുമാസം പ്രായമായ കുഞ്ഞിനെ ട്രാക്കിൽ വലിച്ചെറിഞ്ഞു കൊന്ന ശേഷം മാതാവ് ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചു. സംഭവം തിരുവനന്തപുരം പാറശാലയിൽ. നാഗർകോവിലിൽ നിന്ന് വരികയായിരുന്ന സ്പെഷ്യൽ ട്രെയിനിനു മുന്നിലേക്കാണ് യുവതി ചാടിയത്.
കോൺഗ്രസ് പാർട്ടി ഏർപ്പാടാക്കിയ ബസ്സുകളിൽ കർണാടകയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് പരാതി. തങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ചെക്ക് പോസ്റ്റിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസ്ഥാനത്തേക്ക് കടക്കുന്നത് എന്നാണ് വിവരം. മുംബൈയിൽ നിന്ന് വന്ന സ്പെഷ്യൽ ട്രെയിനിൽ നിന്നും ഇറങ്ങി മുങ്ങിയ കുടുംബത്തെ പോലീസ് പിടികൂടി കേസെടുത്തു. കാസർഗോഡ് കുമ്പള സ്വദേശികളായ 4 അംഗ കുടുംബമാണ് ഉപ്പളയിൽ ട്രെയിൻ സിഗ്നലിനായി നിർത്തിയപ്പോൾ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ മുങ്ങിയത്. ഇവരെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ ക്വാറന്റൈനിലാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ വാഹനങ്ങൾ വൃത്തിയാക്കുന്ന ആശയവുമായി SFI ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി. ഒരു വാഹനം വൃത്തിയാക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 100 രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത്. വരും ദിവസങ്ങളിൽ SFIയുടെ 10ഓളം ലോക്കൽ കമ്മിറ്റികളിലും പരിപാടി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. COVID-19 തുടർന്ന് നിശ്ചലമായ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ തിരിച്ചുപിടിക്കാൻ പഠന റിപ്പോർട്ട്. 14 കർമ്മ പദ്ധതികളാണ് റിപ്പോർട്ടിലുള്ളത്. മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ PR മൈഥിലിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ടൂറിസം വകുപ്പിന് കൈമാറി. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തും സഹകരിപ്പിച്ചും മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നല്ല കാര്യങ്ങൾക്കായി പ്രതിപക്ഷം ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷം നാടിന്റെ ഭാഗമാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് തന്റെ ജന്മദിനത്തിന് പ്രസക്തിയില്ലെന്നും മുഖ്യമന്ത്രി. കോട്ടയം ഉഴവൂർ സ്വദേശിയായ കുട്ടിക്ക് പിന്നാലെ അമ്മയ്ക്കും രോഗമുക്തി. കുവൈറ്റിൽ നിന്ന് മെയ് 9-നെത്തിയ ഗർഭിണിയായ അമ്മയ്ക്കും 2 വയസ്സുള്ള മകനും രോഗം ബാധിച്ചിരുന്നു. ഇരുവരും ഇന്നലെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഹോം ക്വാറന്റൈനിൽ തുടരും. അന്താരാഷ്ട്ര വിമാന സർവീസ് അടുത്ത മാസം ആരംഭിച്ചേക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര സർക്കാർ. കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ സർവീസ് തുടങ്ങാമെന്നായിരുന്നു നേരത്തെ കേന്ദ്രം ആലോചിച്ചത്. എന്നാൽ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് പൊതുജനങ്ങളുമായി നടത്തിയ ഓൺലൈൻ സമ്പർക്ക പരിപാടിയിൽ ഹർദീപ് സിംഗ് പുരി. മഹാരാഷ്ട്രയിൽ ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങാൻ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. സംസ്ഥാനത്തെ ലോക്ഡൌൺ മെയ് 31 വരെ നീട്ടിയെന്നും സർക്കാർ. സംസ്ഥാനങ്ങളോട് കൂടിയാലോചിക്കാതെയാണ് ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കേന്ദ്രം തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. വിമാനത്താവളത്തിന് പുറമെ എല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വിമാന സർവീസ് പ്രോട്ടോകോൾ സംബന്ധിച്ച് കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്നും ഉദ്ധവ് താക്കറെ. ദില്ലി എയിംസിലെ മുതിർന്ന ഡോക്ടർ കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചു. എയിംസിലെ ശ്വാസകോശ വിഭാഗം ഡയറക്ടറായിരുന്ന ഡോക്ടർ ജിതേന്ദ്രനാഥ് പാണ്ഡെയാണ് മരിച്ചത്. ഇതേ വിഭാഗത്തിലാണ് കോവിഡ് ബാധിതരുടെ ചികിത്സ നടക്കുന്നത്. ദില്ലിയിലെ മുതിർന്ന ഡോക്ടറായ സംഗീത റെഡ്ഡിയാണ് പാണ്ഡെയുടെ മരണം ട്വിറ്ററിലൂടെ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ 2608 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗികളുടെ എണ്ണം 47,190 ആയി. ഇന്നലെ മാത്രം 60 പേർ സംസ്ഥാനത്ത് രോഗം ബാധിച്ച് മരിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിൽ ആകെ മരണം 1577 ആയി ഉയർന്നു. ഇതുവരെ 13,404 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം ഭേദമായതെന്നാണ് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പിന്റെ കണക്ക്. എംഫൺ ചുഴലിക്കാറ്റ് തകർത്തെറിഞ്ഞ പശ്ചിമ ബംഗാളിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങി. കൊൽക്കത്ത നഗരത്തിലാണ് സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയത്. ഇനിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ നിർദ്ദേശാനുസരണം സൈന്യവും രംഗത്തുണ്ടാകും. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 10 കമ്പനി അധിക ടീമിനെയും പശ്ചിമ ബംഗാളിൽ നിയോഗിച്ചിട്ടുണ്ട്. രാജ്യത്ത് ശ്രമിക് ട്രെയിനുകളിൽ തൊഴിലാളികളുടെ ദുരിതയാത്ര തുടരുന്നു. ഉത്തർപ്രദേശിൽ ട്രെയിൻ മണിക്കൂറുകളോളം നിർത്തിയിട്ടതിൽ തൊഴിലാളികൾ ട്രാക്കിലിറങ്ങി പ്രതിഷേധിച്ചു. മുംബൈയിൽ നിന്നും ഉത്തർപ്രദേശിലെത്തേണ്ട ട്രെയിൻ വഴിതെറ്റി ഒഡീഷയിലെത്തി. ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ലെന്ന തൊഴിലാളികളുടെ പരാതി അന്വേഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.
അടുത്ത 10 ദിവസത്തിനുള്ളിൽ 2600 പ്രത്യേക ശ്രമിക് തീവണ്ടികൾ കൂടി ഓടിക്കുമെന്ന് വ്യക്തമാക്കി റെയിൽവേ. കുടിയേറ്റ തൊഴിലാളികളുടെ യാത്രാ ദുരിതം ഇനിയും അവസാനിക്കാത്ത സാഹചര്യത്തിലാണിത്. തൊഴിലാളികൾക്കെല്ലാം യാത്രാ സൗകര്യം ഒരുക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നും എല്ലാവരെയും സ്വന്തം നാടുകളിൽ എത്തിക്കുന്നതിനുവരെ ശ്രമിക് ട്രെയിൻ സർവീസുകൾ തുടരുമെന്നും റെയിൽ ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്ന ശ്രമിക് പ്രത്യേക ട്രെയിനുകൾ സംസ്ഥാനത്തേക്ക് തൽക്കാലത്തേക്ക് അയക്കരുതെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ. എംഫൻ ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങളെ തുടർന്ന് പുനരധിവാസമടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യം. മെയ് 26 വരെ സംസ്ഥാനത്തേക്ക് സർവീസ് അനുവദിക്കരുതെന്നാണ് റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ട പരസ്യത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് N95 മാസ്ക് വാങ്ങാൻ ശ്രമിച്ച യുവാവിന് നഷ്ടമായത് 2.5 ലക്ഷത്തോളം രൂപ. മുംബൈ ബോറിവാലിയിലാണ് സംഭവം. യുവാവ് പോലീസിൽ പരാതി നൽകി. പണം തട്ടിയെടുത്ത പ്രതിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. നഷ്ടമായ പണം തിരികെയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പശ്ചിമബംഗാളിലെ എംഫൻ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് മമതാ സർക്കാർ അനുമതി നൽകിയില്ലെന്നാരോപിച്ച് ബംഗാൾ BJP അധ്യക്ഷൻ ദിലീപ് ഘോഷ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് വീണ്ടും ഇരു പാർട്ടികളും തമ്മിലുള്ള പോര്. ലോക്ഡൌൺ പാസ് ഇല്ലെന്ന് ആരോപിച്ച് എംഫൻ ബാധിത പ്രദേശമായ സൗത്ത് 24ലേക്ക് പോകുന്നതിൽ നിന്നും പോലീസ് തടയുകയായിരുന്നു. വെള്ളിയാഴ്ച ചൈനയിൽ ഒരാൾക്കും കോവിഡ് രോഗം സ്ഥിരീകരിച്ചില്ല. രോഗവ്യാപനത്തിന് ശേഷം ചൈനയിൽ ആദ്യമായാണ് COVID-19 രോഗം സ്ഥിരീകരിക്കാതിരിക്കുന്നത്. രോഗം തുടച്ചു നീക്കാൻ കഴിഞ്ഞത് ആഘോഷമാക്കി പാർട്ടി നേതാക്കൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരാൾക്കുപോലും രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്നും 2 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ടെന്നും ദേശീയ ആരോഗ്യ കമ്മീഷൻ അറിയിച്ചു. അമേരിക്കയിലെ പള്ളികൾ തുറക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് കൂടുതൽ പ്രാർത്ഥനകൾ വേണമെന്നും പള്ളികൾ തുറക്കാൻ ഗവർണർമാരോട് ആവശ്യപ്പെടുമെന്നും ഡൊണാൾഡ് ട്രംപ്. ആരാധനാലയങ്ങൾ തുറക്കാൻ ഗവർണർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൃതദേഹ സംസ്കരണം സുഗമമാക്കാൻ പുതിയ വഴി. ആശുപത്രി കിടക്കകളെ നേരിട്ട് ശവപ്പെട്ടികളാക്കാനുള്ള സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊളംബിയയിലെ ഒരു വ്യവസായി. സംസ്കാരത്തിനായി കാത്തുകെട്ടി കിടക്കുന്ന കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇക്വഡോറിലെ ഏറ്റവും വലിയ നഗരമായ ഗ്വായക്കിലിലെ തെരുവുകൾ. ഇവിടെ നിന്നുള്ള ചിത്രങ്ങൾ കണ്ടാണ് കൊളംബിയയിലെ വ്യവസായി കിടക്കകളെ ശവപ്പെട്ടികളാക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. ഇസ്രയേൽ ക്യാൻസർ പോലെയാണെന്നും സംശയമൊന്നും കൂടാതെ വേരോടെ പിഴുതു നശിപ്പിക്കണമെന്നും ഇറാന്റെ പരമാധികാരി അയത്തുള്ള അലി ഖമേനി. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അയത്തുള്ള അലി ഖമേനി. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 30 മിനിറ്റ് നീണ്ട സംഭാഷണം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തു. പ്രസംഗത്തിൽ നിരവധി തവണയാണ് ഇസ്രയേൽ ക്യാൻസറാണെന്ന് ഖമേനി ആവർത്തിച്ചത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കായുള്ള പഠനങ്ങൾക്കായി ആളുകളെ തിരഞ്ഞെടുക്കാനൊരുങ്ങി നാസ. 8 മാസം ഏകാന്തതയിൽ താമസിപ്പിച്ചാണ് ഇവരിൽ നാസ പഠനം നടത്തുക. റഷ്യയിൽ തയ്യാറാക്കിയ ഐസൊലേഷൻ കേന്ദ്രത്തിൽ 8 മാസം പാർപ്പിച്ചാണ് പഠനം നടത്തുക. മോസ്കോയിൽ തയ്യാറാക്കുന്ന ഐസൊലേഷൻ കേന്ദ്രത്തിൽ ചൊവ്വയിലേതിന് സമാനമായ സാഹചര്യങ്ങളാകും ഒരുക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. നോർത്ത് അമേരിക്കൻ നെറ്റ്വർക്ക് ഓഫ് മലയാളി മുസ്ലിം അസോസിയേഷൻസിന്റെ അടുത്ത 2 വർഷത്തേക്കുള്ള ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് UN നസീർ അധ്യക്ഷത വഹിച്ചു. കോവിഡ് ചികിത്സയ്ക്കും പ്രതിരോധത്തിനും മലേറിയ മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗിക്കരുതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്.
കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യ പ്രവർത്തകർക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നൽകാമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോകാരോഗ്യ സംഘടനയുടെ എതിർപ്പ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബെർലിനിൽ നടന്ന ബോംബാക്രമണം അതിജീവിച്ച മുതല മോസ്കോ മൃഗശാലയിൽ വെച്ച് മരിച്ചു. 84 വയസ്സുള്ള സാറ്റേൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മിസിസിപ്പി മുതലയെ 1936 അമേരിക്കയിൽ നിന്നും ബെർലിൻ മൃഗശാലയിലേക്ക് നൽകിയതാണ്. ബെർലിനിൽ 1943 നടന്ന ബോംബാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട മുതലയെ 3 വർഷങ്ങൾക്കു ശേഷം ബ്രിട്ടീഷ് സൈന്യം സോവിയറ്റ് യൂണിയന് കൈമാറുകയായിരുന്നു. കോവിഡ്-19 പ്രതിരോധത്തിൽ സുപ്രധാന ചുവട് വെച്ച് ക്യൂബ വികസിപ്പിച്ചെടുത്ത 2 മരുന്നുകളുടെ ഉപയോഗം മൂലം ഒരാഴ്ചയായി രാജ്യത്ത് പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 200 പോസിറ്റീവ് കേസുകളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. എന്നിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മരണം പോലും ക്യൂബയിൽ ഉണ്ടായില്ല. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 80% പേരും സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനൽ അറിയിച്ചു. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി 3 ചൈനീസ് ബാങ്കുകൾക്കായി $717 ദശലക്ഷം നൽകണമെന്ന് UK കോടതി ഉത്തരവിട്ടു. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ ഉത്തരവ്. 21 ദിവസത്തിനകം തുക നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പ്രവാസികൾക്ക് കൈത്താങ്ങായി കൈരളി TV നടപ്പാക്കുന്ന കൈകോർത്ത് കൈരളി പദ്ധതിയുടെ ഭാഗമായി ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസി കുടുംബത്തിന് ടിക്കറ്റ് നൽകി. ബഹ്റൈനിൽ നിന്ന് മെയ് 26-ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കുടുംബത്തിനാണ് ടിക്കറ്റുകൾ നൽകിയത്. കൈകോർത്ത് കൈരളി പദ്ധതിക്ക് വലിയ പ്രതികരണമാണ് തുടക്കത്തിൽ തന്നെ ലഭിച്ചത്. 1000 ടിക്കറ്റുകളാണ് തുടക്കത്തിൽ നൽകുക. ഖത്തറിൽ കോവിഡ് അപകട സാധ്യത തിരിച്ചറിയുന്നതിനുള്ള ഹിത്തറാസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ ചാരനിറം കാണുന്നവർ വീടിന് പുറത്തിറങ്ങരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം. വീടിന് പുറത്തിറങ്ങണമെങ്കിൽ ഫോണിൽ നിർബന്ധമായും ഹിത്തറാസ് ആപ്പ് ഉണ്ടായിരിക്കണമെന്ന ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് ഖത്തർ സ്വന്തമായി ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ദുബായിലെ നിർമ്മാണ മേഖലകളിലും തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളും അണുനശീകരണവും ഊർജിതമാക്കി. തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ. വാഹനങ്ങളിലും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തണം. മെയ് 30-ന് ശേഷം കുവൈറ്റിലെ ഷോപ്പിംഗ് മാളുകൾ ഭാഗികമായി തുറക്കും. ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയും ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുമായിരിക്കും മാളുകൾ തുറക്കുക. രാജ്യത്തെ പ്രധാനപ്പെട്ട മാളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. UAE-യിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് അധികൃതർ അനുമതി നൽകി. മെയ് 26 മുതൽ 30 വരെയാണ് പരീക്ഷ. ഗൾഫ് നാടുകളിൽ UAE-യിൽ മാത്രമാണ് കേരള സിലബസിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നത്. ഇരുവിഭാഗങ്ങളിലുമായി 1584 കുട്ടികൾ പരീക്ഷ എഴുതും. കൊറോണ കാലത്ത് പ്രവാസികളെ മാറ്റി നിർത്തരുതെന്ന സന്ദേശം നൽകുകയാണ് അകലം എന്ന ഹ്രസ്വചിത്രം. സംവിധായകൻ MA നിഷാദാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സരയു മോഹൻ, സോഹൻ, സിനുലാൽ എന്നിവരാണ് മറ്റു താരങ്ങൾ. താൻ മരിച്ചുവെന്ന പ്രചാരണങ്ങൾക്കെതിരെ ബോളിവുഡ് മുൻ നടി മുംതാസ്. ലണ്ടനിൽ മക്കൾക്കൊപ്പം കഴിയുന്ന മുംതാസ് താൻ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ തന്നെയുണ്ടെന്നും വ്യക്തമാക്കി വീഡിയോയുമായി രംഗത്തെത്തി.
73 വയസ്സുണ്ട് മുംതാസിന്. ഇൻസ്റ്റഗ്രാമിൽ മകൾ തന്യ മധ്വാനിയാണ് വീഡിയോ പങ്കുവച്ചത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വളരെ ചുറുചുറുക്കോടെ തന്നെയുണ്ടെന്നും വീഡിയോയിൽ മുംതാസ് പറയുന്നു. ബോളിവുഡ് നടി അനുഷ്ക ശർമ്മയ്ക്കെതിരെ പരാതിയുമായി ഗൂർഖ അസോസിയേഷൻ. ഓൾ അരുണാചൽ പ്രദേശ് ഗൂർഖ യൂത്ത് അസോസിയേഷനാണ് അനുഷ്കയ്ക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത വെബ് സീരീസായ പാതൽ ലോക്കിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയെന്നാണ് അനുഷ്കയ്ക്കെതിരായ ആരോപണം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച ലാലിഗ മത്സരങ്ങൾ ജൂൺ 8-ന് പുനരാരംഭിക്കും. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് മത്സരങ്ങൾ നടത്തുകയെന്ന് ലാലിഗ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരായ ദില്ലി ടെസ്റ്റിൽ കുംബ്ലെ ഒരു ഇന്നിംഗ്സിലെ 10-ൽ 10 വിക്കറ്റും നേടുന്നത് തടയാൻ വഖാർ യൂനിസ് ശ്രമിച്ചിരുന്നുവെന്ന് ആവർത്തിച്ച് മുൻ പാക് നായകൻ വസീം അക്രം. ഇന്ത്യൻ മുൻ ഓപ്പണർ ആകാശ് ചോപ്രയുമായുള്ള അഭിമുഖത്തിലാണ് അക്രം മുൻ നിലപാട് ആവർത്തിച്ചത്. 1999-ലെ ദില്ലി ടെസ്റ്റിൽ കുംബ്ലെ 9 വിക്കറ്റ് എടുത്തു നിൽക്കെ അവസാന ബാറ്റ്സ്മാനായി വഖാർ യൂനിസാണ് ക്രീസിലെത്തിയത്. സകല വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.